ഒരു മനുഷ്യൻ എപ്പോഴും ദേഷ്യത്തിലും പിരിമുറുക്കത്തിലും ജീവിച്ചിരുന്നു. വീട്ടിലെ എല്ലാ ചെലവുകളും അദ്ദേഹത്തിന് താങ്ങേണ്ടി വരുന്നതും കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും തന്റെ തലയിലാണെന്നും ഒന്നിലൊന്ന് ബന്ധുക്കൾ തന്റെ വീട്ടിൽ വരുന്നതിനെക്കുറിച്ചും ചിന്തിച്ച് അദ്ദേഹം എപ്പോഴും ദുഃഖിതനായിരുന്നു. അദ്ദേഹം പലപ്പോഴും ദേഷ്യപ്പെടുകയും കുട്ടികളെ ശകാരിക്കുകയും ഭാര്യയുമായി ഒന്നിലൊന്ന് വഴക്കിടുകയും ചെയ്തിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, "അച്ഛാ, എനിക്ക് ഹോംവർക്കിൽ ഒന്ന് സഹായിക്കാമോ?" അയാൾ മകനെ ശകാരിച്ച് പറഞ്ഞയച്ചു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ ദേഷ്യം ശമിച്ചപ്പോൾ അദ്ദേഹം മകന്റെ മുറിയിലേക്ക് പോയി. മകൻ തന്റെ ഹോംവർക്ക് കോപ്പി കയ്യിൽ പിടിച്ചുകൊണ്ട് ഉറങ്ങുന്നത് അദ്ദേഹം കണ്ടു. അയാൾ ആ കോപ്പി എടുത്ത് നോക്കി. അത് തിരികെ വെക്കാൻ പോകുമ്പോൾ ഹോംവർക്കിന്റെ തലക്കെട്ട് അദ്ദേഹം വായിച്ചു. അത് ഇങ്ങനെയായിരുന്നു: ആദ്യം ഇഷ്ടമല്ലാത്തതും പിന്നീട് നല്ലതാണെന്ന് മനസ്സിലാക്കുന്നതുമായ കാര്യങ്ങൾ. കുട്ടി ഈ തലക്കെട്ടിൽ ഒരു ഖണ്ഡിക എഴുതണമായിരുന്നു. ജിജ്ഞാസയോടെ അയാൾ തന്റെ മകൻ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു. "ഞാൻ എൻ്റെ ഫൈനൽ പരീക്ഷകൾക്ക് നന്ദി പറയുന്നു. കാരണം അവ ആദ്യം ഇഷ്ടമല്ലാത്തതായി തോന്നുമെങ്കിലും പിന്നീട് സ്കൂൾ അവധികൾ ലഭിക്കുന്നു. ഞാൻ കൈപ്പുള്ള മരുന്നുകൾക്ക് നന്ദി പറയുന്നു. കാരണം അവ ആദ്യം കൈപ്പുള്ളതാണെങ്കിലും അവ എൻ്റെ രോഗം ഭേദമാക്കുന്നു. എന്നെ ദേഷ്യപ്പെടുത്തുന്ന അലാറം ക്ലോക്കിന് ഞാൻ നന്ദി പറയുന്നു. കാരണം അത് എന്നെ എപ്പോഴും ഉണർത്തുകയും ഞാൻ ജീവനോടെയുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. എനിക്ക് ഇത്രയും നല്ലൊരു അച്ഛനെ നൽകിയ ദൈവത്തിനും ഞാൻ നന്ദി പറയുന്നു. കാരണം അദ്ദേഹത്തിന്റെ ശകാരം ആദ്യം എനിക്ക് വളരെ മോശമായി തോന്നിയെങ്കിലും പിന്നീട് അദ്ദേഹം എനിക്ക് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരുന്നു, രുചികരമായ ഭക്ഷണം നൽകുന്നു, എന്നെ നടത്താൻ കൊണ്ടുപോകുന്നു." മകന്റെ ഹോംവർക്ക് വായിച്ച ശേഷം കുട്ടി എഴുതിയ വാക്കുകൾ അയാളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ചുറ്റിത്തിരിഞ്ഞു. അദ്ദേഹം എന്തോ മനസ്സിലാക്കി. അദ്ദേഹം കുറച്ചുനേരം ഇരുന്ന് തന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. "എനിക്ക് വീട്ടിലെ എല്ലാ ചെലവുകളും താങ്ങേണ്ടി വരുന്നു എന്നതിനർത്ഥം എനിക്കൊരു വീടുണ്ട്. ദൈവകൃപയാൽ ഞാനൊരു വീട് പോലും ഇല്ലാത്തവരെക്കാൾ നല്ല സ്ഥിതിയിലാണ്. എനിക്ക് കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും താങ്ങേണ്ടി വരുന്നു എന്നതിനർത്ഥം എനിക്ക് ഒരു കുടുംബമുണ്ട്, ഭാര്യയും മക്കളുമുണ്ട്. ദൈവകൃപയാൽ ഞാൻ കുടുംബമില്ലാത്തവരെക്കാൾ ഭാഗ്യവാനാണ്. എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എപ്പോഴും വരുന്നു എന്നതിനർത്ഥം എനിക്ക് ഒരു സാമൂഹിക സ്ഥാനമുണ്ട്. എൻ്റെ സന്തോഷത്തിനും ദുഃഖത്തിനും ആളുകൾ എന്നെ പിന്തുണയ്ക്കുന്നുണ്ട്. ദൈവമേ, എല്ലാത്തിനും നിനക്ക് നന്ദി. എനിക്ക് വളരെ ഖേദമുണ്ട്, നിന്റെ ദയ ഞാൻ തിരിച്ചറിഞ്ഞില്ല." ഇതെല്ലാം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ വിഷാദങ്ങളും അപ്രത്യക്ഷമായി. അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറി. അദ്ദേഹം തന്റെ മകന്റെ മുറിയിലേക്ക് ഓടിച്ചെന്ന് അവന്റെ നെറ്റിയിൽ ചുംബിച്ചു. മകനോടും ദൈവത്തോടും നന്ദി പറഞ്ഞു. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മൾ നെഗറ്റീവായി കാണുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ദുഃഖിതരായിരിക്കും. പക്ഷേ അതേ സാഹചര്യത്തെ പോസിറ്റീവായി കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ ജീവിതത്തെ നോക്കുന്നതിൻ്റെ രീതിയും പൂർണ്ണമായും മാറും. ജീവിതം എന്നത് പേഴ്സ്പെക്റ്റീവിനെയും നിങ്ങൾ എല്ലാത്തിനെയും എങ്ങനെ കാണുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം പേഴ്സ്പെക്റ്റീവ് മാറ്റുക എന്നതാണ്. നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് നിയന്ത്രണമില്ലായിരിക്കാം, പക്ഷെ അതിനെ എങ്ങനെ കാണണമെന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മൂല്യം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മുന്നോട്ടു പോകുക.